നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നിത്യവും ആവശ്യവുമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. നമ്മുടെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, എവിടെയാണ്, താങ്കളിപ്പോൾ വീട്ടിലുണ്ടോ? നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെ ചോദിക്കത്തില്ലേ, ഇപ്പോൾ എവിടെയാണ്, വീട്ടിലുണ്ടോ, അങ്ങനെ ചോദിക്കുന്നതിന് കഹാ ഹേ, എവിടെയാണ്. ഇപ്പോൾ വീട്ടിലുണ്ടോ, ആപ് അഭി ഘർ പർ ഹേ ക്യാ, ഇപ്പോൾ വീട്ടിലുണ്ടോ എന്നുള്ളതിന് അഭി ആപ് ഘർ പർ ഹേ ക്യാ, ഇപ്പോൾ വീട്ടിലുണ്ടോ. അല്ലെങ്കിൽ തും അഭി ഘർ പർ ഹോ എന്നും ചോദിക്കാം, നിങ്ങളിപ്പം വീട്ടിലാണോ. അപ്പോൾ നമ്മൾ പറയുകയാണ് ഹാ വീട്ടിലുണ്ട്, അതെങ്ങനെ പറയും, ഹാ ഘർ പർ ഹൂം, വീട്ടിലുണ്ടെന്നുള്ളതിന് ഘർ പർ ഹൂം. ഇനി വീട്ടിലില്ല, നമ്മൾ വെളിയിലാണ് എന്ന് പറയണമെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലില്ല, അതെങ്ങനെ പറയും, മേ അഭി ഘർ പർ നഹി ഹൂം, മേ അഭി ഘർ പർ നഹി ഹൂം. വെളിയിലാണ്, വെളിയിലാണെന്നുള്ളതിന് ബാഹർ ഹേ, വെളിയിലാണെന്നുള്ളതിന് ബാഹർ ഹേ. മേ അഭി ഘർ പർ നഹി ഹൂം ബാഹർ ഹേ, ഞാനിപ്പോൾ വീട്ടിലില്ല, വെളിയിലാണ്. മേ അഭി ഘർ പർ നഹി ഹൂം ബാഹർ ഹേ. എനിക്ക് താങ്കളെ കണ്ട് സംസാരിക്കണമായിരുന്നു, എനിക്ക് എന്നുള്ളതിന് മുച്ചേ. താങ്കളെ കണ്ട് ആപ്സെ മിൽക്കർ, ആപ്സെ മിൽക്കർ സംസാരിക്കണമായിരുന്നു, ബാത് കർനാ ഥാ. മുച്ചേ ആപ്സെ മിൽക്കർ ബാത് കർനാ ഥാ, താങ്കളെ കണ്ടെനിക്ക് സംസാരിക്കണമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ, നമ്മൾ ചോദിക്കുക എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ. കോയി ജരൂരി ബാത് ഹേ ക്യാ, എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള കാര്യമാണോ. കോയി ജരൂരി ബാത് ഹേ ക്യാ, ജരൂരി ബാത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യം. കോയി ജരൂരി ബാത് ഹേ ക്യാ, എന്തെങ്കിലും അത്യാവശ്യമായ കാര്യമാണോ, അല്ലെങ്കിൽ അത്യാവശ്യമുണ്ടോ. അല്ല, പിന്നെ സംസാരിക്കാം. നഹി, പിന്നെ എന്നുള്ളതിന് ബാദ്മേ, ബാദ്മേ ബാത് കരേങ്കെ, അല്ലെങ്കിൽ ഫിർ ബാത് കരേങ്കെ എന്നും പറയാം. ഫിർ എന്ന് പറഞ്ഞാലും പിന്നെ, അല്ലെങ്കിൽ ബാദ്മേ ശേഷം എന്നുള്ള അർത്ഥമാണ്. നഹി ബാദ്മേ ബാത് കരേങ്കെ, സംസാരിക്കാം. നഹി ബാദ്മേ ബാത് കരേങ്കെ, പിന്നെ സംസാരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടെ പറയാമല്ലോ. അപ്പം കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ സംസാരിക്കണം, കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ്, അതെങ്ങനെ പറയും, ഥോഡ ജരൂരി ബാത് ഹേ, അത്യാവശ്യമുള്ള കാര്യം എന്നുള്ളതിന് ജരൂരി ബാത്ത്, ഥോഡ ജരൂരി ബാത്ത്, കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ വർത്തമാനം പറയണം, അഭിഹി, ഇപ്പോൾ തന്നെ എന്നുള്ളതിന് അഭിഹി, അഭിഹി ബാത് കർനാ ഹേ, ഇപ്പോൾ തന്നെ വർത്തമാനം പറയണം, അഭിഹി ബാത് കർനാ ഹേ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടെ പറയുക. ഓക്കെ, ശരി, ഞാൻ 10 മിനിറ്റിനുള്ളിൽ വരാം. അങ്ങനെ എമർജൻസി ആണെങ്കിൽ ഞാൻ 10 മിനിറ്റിനുള്ളിൽ വരാം. ജരൂരി ഹേ തോ മേ ജൽദി ആ ജാത്താവും, അങ്ങനെയും പറയാം. ധൃതിയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വരാം, അത്യാവശ്യമാണെങ്കിൽ പെട്ടെന്ന് വരാം. ജരൂരി ഹേ തോ ജൽദി ആ ജാത്താവും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ടീക്ക് ഹേ മേ 10 മിനിറ്റ് മേ ആ ജാത്താ ഹൂം, 10 മിനിറ്റിനുള്ളിൽ വരാം. ടീക്ക് ഹേ മേ 10 മിനിറ്റ് മേ ആ ജാത്താ ഹൂം, 10 മിനിറ്റിനുള്ളിൽ വരാം. ഞാൻ നിങ്ങളെ കാത്തിരിക്കും, അതെങ്ങനെ പറയും, മേ ആപ്കാ ഇന്തസാർ കരൂങ്കി, നിങ്ങളെ കാത്തിരിക്കും. അല്ലെങ്കിൽ പ്രതീക്ഷ കരൂങ്കി, പ്രതീക്ഷിച്ചിരിക്കും. മേ ആപ്കാ ഇന്തസാർ കരൂങ്കി, അല്ലെങ്കിൽ മേ ആപ്കാ പ്രതീക്ഷ കരൂങ്കി, പ്രതീക്ഷിച്ചിരിക്കും. നമ്മൾ എത്തിക്കഴിയുമ്പം നമ്മൾ പറയുവാണ്, ഞാൻ വന്നു, ഇനി പറയൂ എന്താണ് കാര്യം. ഞാൻ വന്നു എന്നുള്ളതിന് മേ ആഗയി, മേ ആഗയി. ഇനി പറയൂ, അഭി ബോലോ, ഇനി പറയൂ എന്നുള്ളതിന് അഭി ബോലോ. എന്താണ് കാര്യം, ക്യാ ബാത് ഹേ. മേ ആഗയി അഭി ബോലോ ക്യാ ബാത് ഹേ, ഞാൻ വന്നു, ഇനി പറയൂ എന്താണ് കാര്യം. എനിക്ക് ഇന്ന് രാത്രി ബോംബെക്ക് പോകണം. മുझे ആജ് രാത് മുംബൈ ജാനാ ഹേ, ഇന്ന് രാത്രി എന്നുള്ളതിന് ആജ് രാത്. മുझे ആജ് രാത് മുംബൈ ജാനാ ഹേ. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ. ആപ്കോ ടിക്കറ്റ് മിൽ ഗയാ, ആപ്കോ ടിക്കറ്റ് മിൽ ഗയാ, അല്ലെങ്കിൽ ആപ്കോ ടിക്കറ്റ് മില, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ. ആപ്കോ ടിക്കറ്റ് മില ഹേ ക്യാ, അങ്ങനെ ചോദിക്കാം. ഇല്ല, കാറിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ല എന്നുള്ളത് നഹി, കാറിൽ പോകാം എന്നാണ് വിചാരിക്കുന്നത്. കാർ മേം ജാനേ കോ സോച്ച് രഹാ ഹേ, അല്ലെങ്കിൽ ഗാഡി മേം ജാനേ കോ സോച്ച് രഹാ ഹേ എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാറിൽ പോകാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാഡി മേം ജാനേ കോ സോച്ച് രഹാ ഹേ. ശരിയാണ്, അത്ര പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടില്ല.
ശരിയാണെന്നുള്ളതിന് സഹി ഹേ. സഹി ഹേ. ഉത്തന ജൽദി അത്ര പെട്ടെന്ന് ട്രെയിൻ കാ ടിക്കറ്റ് നഹി മിലേഗ. ഉത്തന ജൽദി ട്രെയിൻ കാ ടിക്കറ്റ് നഹി മിലേഗ. ട്രെയിൻ എന്നുള്ളതിന് റെയിൽ ഗാഡി എന്നും പറയാം കേട്ടോ. ഉത്തന ജൽദി ട്രെയിൻ കാ ടിക്കറ്റ് നഹി മിലേഗ. അത്ര പെട്ടെന്ന് ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട അത്യാവശ്യമുണ്ടോ? കാറിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട അത്യാവശ്യമുണ്ടോ? ആപ്കോ അഭി ജാന ജരൂരി ഹേ. ആപ്കോ അഭി ജാന ഇപ്പോൾ പോകേണ്ട അത്യാവശ്യമാണോ? ജരൂരി ഹേ ക്യാ? ആപ്കോ അഭി ജാന ജരൂരി ഹേ. അല്ലെങ്കിൽ ആപ്കോ അഭി ജാന ജരൂരി ഹേ ക്യാ? നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട അത്യാവശ്യമുണ്ടോ? നിങ്ങളുടെ കാർ സർവീസ് ചെയ്യിച്ചതാണോ? ഇത്രയൊക്കെ ദൂരെ പോകേണ്ടതല്ലേ, അതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ കാർ സർവീസ് ചെയ്യിച്ചതാണോ? ആപ്കാ കാർ കി സർവീസിങ് കർവാലി ഹേ. കർവാലി ഹേ ക്യാ? നിങ്ങളുടെ കാറിൻ്റെ സർവീസ് ചെയ്യിച്ചതാണോ? ആപ്കാ കാർ കി സർവീസിങ് കർവാലി ഹേ ക്യാ? ആപ്കാ കാർ കി സർവീസിങ് കർവാലി ഹേ ക്യാ? നിങ്ങളുടെ കാറിൻ്റെ സർവീസിങ് ചെയ്യിച്ചതാണോ? നേരത്തെ വഴിയിൽ ഞങ്ങളുടെ കാർ പഞ്ചറായായിരുന്നു. ഒരു പ്രാവശ്യം നേരത്തെ പോയപ്പോൾ ഞങ്ങളുടെ കാറ് വഴിയിൽ പഞ്ചറായായിരുന്നു. അതെങ്ങനെ പറയും? പഹലെ നേരത്തെ, രാസ്തേമേ പോകുന്ന വഴിയിൽ, രാസ്തേമേ ഹമാരി കാർ പഞ്ചർ ഹോ ഗയാ ഥാ. ഹമാരി കാർ പഞ്ചർ ഹോ ഗയാ ഥാ. ഞങ്ങളുടെ കാറ് പഞ്ചറായായിരുന്നു. പഹലെ രാസ്തേമേ ഹമാരി കാർ പഞ്ചർ ഹോ ഗയാ ഥാ. കാറിൽ അവിടം വരെ എത്താൻ എത്ര സമയമെടുക്കും? കാറിൽ, കാർ ദ്വാര, കാറിൽ കൂടെയല്ലേ പോകുന്നത്, അതുകൊണ്ട് കാർ ദ്വാര ഉധർ പഹൂഞ്ചിനേമേം അവിടെ എത്താൻ എത്ര സമയമെടുക്കും? കിത്തന സമയ് ലഗേഗ. കാർ ദ്വാര ഉധർ പഹൂഞ്ചിനേമേ കിത്തന സമയ് ലഗേഗ. എത്ര സമയം എടുക്കും? കാർ ദ്വാര ഉധർ പഹൂഞ്ചിനേമേ കിത്തന സമയ് ലഗേഗ. എത്ര സമയമെടുക്കും? 5 മണിക്കൂർ സമയമെടുക്കും. അതെങ്ങനെ പറയാം? 5 ഘണ്ട ലഗേഗ. 5 ഘണ്ട ലഗേഗ. അല്ലെങ്കിൽ വേറൊരു രീതി പറയാം, 5 ഘണ്ടേ കാ സഫർ ഹേ. 5 മണിക്കൂറിൻ്റെ യാത്രയാണ്. സഫർ എന്ന് പറഞ്ഞാൽ യാത്ര. 5 ഘണ്ടേ കാ സഫർ ഹേ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ 5 ഘണ്ട ലഗേഗ, 5 മണിക്കൂർ എടുക്കും. കാറിൻ്റെ ഡിക്കിയിൽ സാധനങ്ങളെല്ലാം വയ്ക്കൂ. സ്വന്തം സാധനങ്ങളെല്ലാം വയ്ക്കൂ. കാർ കി ഡിക്കി മേ അപ്പന സാരാ സാമാൻ രഖ് ദോ. എല്ലാ സാധനങ്ങളും വയ്ക്കൂ. കാർ കി ഡിക്കി മേ അപ്പന സാരാ സാമാൻ രഖ് ദോ. തൻ്റെ സ്വന്തം സാധനങ്ങളെല്ലാം വയ്ക്കൂ. കാർ കി ഡിക്കി മേ അപ്പന സാരാ സാമാൻ രഖ് ദോ. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. അതെങ്ങനെ പറയും? ധ്യാൻ സേ ഗാഡി ചലാന. സൂക്ഷിച്ചെന്നുള്ളതിന് ധ്യാൻ സേ. ധ്യാൻ സേ ഗാഡി ചലാന. ഡ്രൈവ് ചെയ്യാന്നുള്ളതിന് ഗാഡി ചലാന എന്ന് പറയും. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. ധ്യാൻ സേ ഗാഡി ചലാന ചാഹിയേ. അല്ലെങ്കിൽ ധ്യാൻ സേ ഗാഡി ചലാന. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വണ്ടി ഓടിക്കും. ഹംലോ, ഞങ്ങൾ എന്നുള്ളത് ഹംലോ. ബാരി ബാരീസേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട്. ഒരാൾ ഓടിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്തയാൾ, അതിനാണ് ബാരി ബാരീസേ എന്ന് പറയുന്നത്. ഹംലോ ബാരി ബാരീസേ ഗാഡി ചലായെങ്കേ. വണ്ടി ഓടിക്കും. ഹംലോ ബാരി ബാരീസേ ഗാഡി ചലായെങ്കേ. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വണ്ടി ഓടിക്കും. അവിടെ എത്തിക്കഴിഞ്ഞ് ഫോൺ ചെയ്യണം. ഉധർ പഹൂഞ്ചിനെ കെ ബാദ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഉധർ പഹൂഞ്ചിനെ കെ ബാദ് ഫോൺ ചെയ്യണം. ഫോൺ കർണ ചാഹിയെ അല്ലെങ്കിൽ ഫോൺ കർണ എന്നും പറയാം. ഉധർ പഹൂഞ്ചിനെ കെ ബാദ് ഫോൺ കർണ. അവിടെ എത്തിക്കഴിഞ്ഞ് ഫോൺ ചെയ്യണം. എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും? എത്ര ദിവസം? കിത്തനെ ദിൻ. കിത്തനെ ദിൻ കെ ബാദ്. എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ലൗട്ടേക അല്ലെ ലൗട്ട് കറായേക. തിരിച്ചു വരും എന്നുള്ളത് ലൗട്ട് കറായേക എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലൗട്ടേക എന്ന് ചോദിച്ചാലും മതി. കിത്തനെ ദിൻ കെ ബാദ് ലൗട്ടേക അല്ലെങ്കിൽ കിത്തനെ ദിൻ കെ ബാദ് ലൗട്ട് കറായേക. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഫോൺ നമ്പർ കൂടി എനിക്ക് തരണം. അല്ലെ താങ്കളുടെ കൂട്ടുകാരൻ്റെ ഫോൺ നമ്പർ കൂടി എനിക്ക് തരണം. അതെങ്ങനെ പറയും? ആപ്കാ ദോസ്ത് കാ ഫോൺ നമ്പർ ഭി. താങ്കളുടെ കൂട്ടുകാരൻ്റെ ഫോൺ നമ്പർ കൂടി. ആപ്കാ ദോസ്ത് കാ ഫോൺ നമ്പർ ഭി മുझे ദേന. എനിക്ക് തരണം. ആപ്കാ ദോസ്ത് കാ ഫോൺ നമ്പർ ഭി മുझे ദേന. എനിക്ക് തരണം.
നമ്മൾ ഓരോ സാഹചര്യത്തിലും സംസാരിക്കേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ സംസാരിക്കുകയും ചെയ്യണം. എന്നാലേ നമുക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള ആ മടി അങ്ങ് മാറത്തുള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഇഷ്ടമുള്ള പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കത് സെൻഡ് ചെയ്യുകയും വേണം. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്